ഇവിടെ ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞ് കുട്ടികളെയൊക്കെ വിട്ടപ്പോൾ ഒത്തിരി സമയം കഴിഞ്ഞു. അതൊന്നും പോകാൻ പറ്റിയില്ല. ആ ആ എനിക്ക് ജോലിയുണ്ട്, ഞാൻ പിന്നെ വിളിക്കാം. ആരാ? എന്താ എന്താ എൻ്റെ അകത്തേക്ക് കയറി വന്നേക്കണേ? പുറത്തേക്ക് ഇറങ്ങാൻ. Yabin. Abin, sir. Abin Michael, what's your problem? Sound has the inherent ability to deprive around or through a physical acoustic barrier. In other words, Sir. Sound can, yes, I want to pee. yes, no. Please listen again to be the other next version. Variations in phase, degrees, in degrees. A, C, O, yes, yes. Toilet. Second one is Sir. Sir. എന്താണ് കാണിക്കുന്നത്? ഇവനെ കണ്ടോ? ഇവനടിച്ച നിങ്ങൾ പമ്പരം കറങ്ങണ പോലെ കറങ്ങും. ഇവനെ കണ്ടോ? കാണാൻ മൊട്ട പപ്സോലാണെങ്കിൽ ഇവൻ നിന്നടിക്കും. Pass the absolute basic. I would like Sir. break. Go. Please listen again. അഭി എനിക്കിനി വയ്യ. എന്താടി? എനിക്ക് മാനേജർ സഹിച്ചിരിക്കണ ഒരു ആവശ്യമില്ല. ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ എന്താ ചെയ്യണ്ടെന്ന് പറ. നിന്നെ കൂടെ എപ്പോ പുറത്തേക്ക് വന്നാലും എനിക്ക് തന്നെ അവസ്ഥ. നിന്നെ കാത്ത് ടോയ്ലറ്റ് മുന്നിൽ നിൽക്കുക. ഇങ്ങനെ പോയി നമ്മൾ കല്യാണം വരെ ടോയ്ലറ്റ് വെച്ചായിരിക്കും. സഹിക്കണേ. അപ്പോൾ അതാണ് അബിൻ്റെ പ്രശ്നം. വേറെ ഡോക്ടേഴ്സിനെ ആരെങ്കിലും കാണിച്ചിരുന്നു? കാണിക്കാത്ത സ്ഥലങ്ങളൊന്നുമില്ല സർ. ഒരുപാട് മരുന്നും പരീക്ഷിച്ച് നോക്കി. എവിടെയെങ്കിലും ഒന്ന് പോകാൻ പറ്റേ? ബസ് കയറി അപ്പം കിട്ടും. ഇപ്പൊ പോകുന്നുള്ള അവസ്ഥ. ക്ലാസ്സിൽ പിള്ളേരാണെങ്കിൽ കളിയാക്കി കൊന്നു. സ്നേഹിച്ച പെണ്ണു ഇട്ടിട്ട് പോയി. ഒരുപാട് വെള്ളം കുടിക്കായിരുന്നു നോക്കി, എന്നാലും രക്ഷയില്ല. ഒരു സിനിമ മര്യാദയ്ക്ക് കാണാൻ പറ്റില്ല സർ. മടുത്തു സർ. ചില സമയത്ത് അർത്ത്
അറിയില്ല സാർ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന്. ഇതൊരു അസുഖമൊന്നുമില്ല അഭിനെ, ഇതൊരു തോന്നലാണ്. മനസ്സിലായില്ല. അതായത് അഭിനിടയ്ക്ക് മൂത്രം ഒഴിക്കുമ്പോൾ ഒരുപാട് മൂത്രം പോകാറുണ്ടോ? ഇല്ല സാർ. അതാണ് അഭിൻ ഓരോ തവണയും മൂത്രം ഒഴിക്കുമ്പോൾ അഭിൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഇപ്പം മുട്ടും, അടുത്തതെങ്ങനെ. ഈ തോന്നലാണ് അവനെ വീണ്ടും വീണ്ടും മൂത്രം ഒഴിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഇനി മുട്ടുമ്പോൾ അങ്ങനെ ചിന്തിക്കാതിരിക്കാൻ നോക്ക്. അപ്പൊ തോന്നൂല? ഇല്ല, ഇനി മുട്ടുമ്പോൾ അങ്ങനെ ചിന്തിക്കാതിരുന്നാൽ മതി, പിന്നെ ടോയ്ലറ്റേ പോവില്ല. അപ്പൊ സാർ ഒരു ടോയ്ലറ്റ്. എടാ നീ ഒരുപാട് നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് നിൻ്റെ കൂടെ സിനിമയ്ക്ക് വന്നത്. നിൻ്റെ കൂടെ എന്നൊക്കെ സിനിമയ്ക്ക് വന്നിട്ടുണ്ടോ അന്നെല്ലാം നീ മൂത്രമൊഴിക്കണം എന്ന് ഭ്രാന്താക്കിയിട്ടുണ്ട്. ഇന്നെങ്ങാനും മൂത്രമൊഴിക്കണമെന്നുണ്ടെങ്കിൽ തിയേറ്ററെ പുറത്തേക്ക് ഇറങ്ങിയ അടിച്ചാമ്പലാക്കി ഞാൻ. എടാ ഡോക്ടർ എന്നോട് പറഞ്ഞത് അയ്യോ തോന്നല നീ എന്താടാ ഭ്രാന്തന്മാരെ പോലെ. എടാ ഇപ്പം എനിക്ക് മൂത്രമൊഴിക്കാൻ മുട്ടുന്നത് എൻ്റെ വെറും തോന്നലാണ്. പക്ഷെ ശരിക്കുള്ള മുട്ടൽ എൻ്റെ തോന്നലല്ല. മുട്ടുന്ന തോന്നൽ തോന്നാതിരുന്നാൽ എനിക്ക് മൂത്രമൊഴിക്കാൻ തോന്നില്ല. ആ തോന്നൽ തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇങ്ങനെ പറയുന്നത്. മനസ്സിലായേ? കിട്ടിയ ഏത് തോന്നൽ തോന്നായിരിക്കാം? എടാ മുട്ടുന്ന തോന്നൽ തോന്നാതിരിക്കാൻ നീ വേണമെങ്കിൽ നോക്കിയോ, നിന്നെ ചത്താലും തിയേറ്ററിന് പുറത്തിറങ്ങില്ല. മുട്ടിയില്ലേ? ഓടാ പോ. തോന്നലല്ല, മുട്ടലാണ്. അയ്യോ സിനിമ. യഥാർത്ഥ ശങ്ക മാറി. ഇനി വരുന്നത് തോന്നലാണ്. നീ ചത്താലും തിയേറ്റർ പുറത്തിറങ്ങില്ല. ഓക്കെ. കൊടും കൊലയാളി
റിപ്പർ മധുസൂദനെയാണ് ഇന്നലെ ഒരു സാധാരണക്കാരൻ ധീരതയോടെ കീഴ്പ്പെടുത്തിയത്. അബിൻ മൈക്കിൾ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇന്നലെ അബിൻ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഒരു കൊലപാതകം കൂടി റിപ്പർ ചെയ്തേനെ. 7-ലധികം കൊലകൾ ചെയ്ത ഇന്നലെ അബിൻ രക്ഷിച്ച അഫ്സലാണ് നമ്മളോടൊപ്പം ഇരിക്കുന്നത്. അഫ്സൽ, എന്താണ് ഇന്നലെ സംഭവിച്ചത്? ഇന്നലെ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഒന്ന് ടോയ്ലറ്റിൽ പോയതാണ്. അത് ഇന്നലെ അപ്പം തന്നെ ഞാൻ പോലീസിനെ വിളിച്ചു. പിന്നെ നമുക്ക് അബിനോട് തന്നെ നേരിട്ട് ചോദിക്കാം. അബിൻ, എന്താണ് ശരിക്കും ഉണ്ടായത്? ഞങ്ങൾ ചോദിക്കുന്നതൊക്കെ നിർത്താം. അബിൻ, പറയൂ, എന്താണ് ശരിക്കും ഉണ്ടായത്? എനിക്കൊന്ന് മൂത്രം വയ്ക്കാൻ പോണായിരുന്നു.